ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതോടുകൂടി തീരുന്നെങ്കിൽ തീരട്ടെ എന്ന്. അപ്പൊ തനിക്ക് എന്റെ ആയുസത്തിൽ കാണണം. എന്റെ 16 അടിയന്തരത്തിന്റെ ചോറും തിന്നണം. എന്നിട്ട് വിട്ടേക്കുന്നു രണ്ടെണ്ണത്തിനെ എന്റെ ആയുസ് എടുക്കാൻ. മോളെ കാണുന്നില്ലല്ലോ. പുറപ്പെട്ട സമയം അനുസരിച്ച് 5 മിനിറ്റിനുള്ളിൽ എത്തേണ്ടതാ. അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കെ, അവരിപ്പോ എത്തും. മോനെ, എന്നെ എന്തിനിങ്ങനെ പിടിക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ മോന് കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കല്ലേ. എന്ന് വെച്ച് എന്നെ ഫുൾ ടൈം രോഗിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിർമ്മലേ, നീ അങ്ങോട്ട് മാറിയുന്നേ. അവനെ ഞാൻ കൊണ്ടുപോയി കിടത്തിക്കോളാം. വാടാ. ഇത് തന്നെയല്ലേ അമ്മയും കാണിക്കാൻ വന്നത്? അത് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ ശിവ, കുറച്ചു ദിവസം നീ ഞങ്ങൾ പറയുന്നത് കേട്ട് അനുസരണയോടെ നിന്ന് തരേണ്ടി വരും. ഡോക്ടർക്ക് ഞാൻ കൊടുത്ത വാക്കാണത്. നീ വാ. വാടാ. അച്ഛൻ എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നോളാം. നീ നടക്ക്. പിടിക്കണ്ട, വിട്ടേക്ക്. എടാ, തൽക്കാലം നീ ഒന്ന് കിടക്ക്. യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, റെസ്റ്റ് എടുക്ക്. കിടക്ക് മോനെ. ചന്ദ്രേ, നീ പോയി ഗുളിക വെള്ളം എടുത്തിട്ടോ. എന്താ അച്ഛാ ഇത്? ഈ അച്ഛന്റെ ഒരു കാര്യം എന്തൊക്കെയാ അച്ഛാ ഈ കാണിക്കുന്നത്? എന്നെ ഇവിടെ പുതപ്പിച്ച് കിടത്തി ഉറക്കാൻ പോവാ? എടാ, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. ഒരാഴ്ചയോ? 1 മണിക്കൂർ തികച്ചകത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. ദേ, ഞാൻ ഇറങ്ങി എവിടെയും പോകും കേട്ടോ. മഹേന്ദ്ര സാറേ, അത് മഹേന്ദ്ര സാറേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അയ്യോ, അപ്പൊ അവന് മരുന്ന് കൊടുക്കണ്ടേ? കൊണ്ടുവന്ന് കിടത്തുന്നത് വരെയുള്ള വഴക്ക് ഞാൻ കേട്ടു. ഇനിയുള്ളത് നീയാ കേൾക്കേണ്ടത്. കഴിപ്പിക്കണം. കേട്ടല്ലോ വാസ്വാമി? മോനെ, ദേ ഈ മരുന്ന് കഴിച്ചേ. അമ്മേ, അവിടെ എവിടെയും വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം. അത് പറഞ്ഞ പറ്റില്ല. ദേ, അച്ഛന്റെ വഴക്ക് നീ എന്നെ കേൾപ്പിക്കല്ലേ. വാ, പതുക്കെ എണീറ്റേ. ശരി, ഞാൻ എണീക്കാം. പതുക്കെ. ഇനി സ്വാമി പറ. ഇന്നലെ കാഹളത്തിന്റെ ശബ്ദം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഏതോ പോലീസുകാരൻ വന്നെന്ന്. കാഹളം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് കുഴപ്പമാകും. വിളിച്ചു പറയരുത്. അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കാൻ പറ. നീർക്കോലിയാണെങ്കിലും കടിച്ച അത്താഴം മുടങ്ങാൻ അത് മതി. ആരാ നോക്ക് സ്വാമി. എന്താ? മഹേന്ദ്രനെ ഒന്ന് കാണണമായിരുന്നു. വരൂ. ആരാ സ്വാമി? സാറേ,
അല്ല, ശിവനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നെന്നറിഞ്ഞു. കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വന്നതാ. സ്വാമി, ശിവന്റെ മുറി ഒന്ന് കാണിച്ചു കൊടുക്ക്. പറഞ്ഞത് മുതലാളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. വരൂ. ബായൽ സമയം. നിന്നെ ഇതിലും പരിതാപകരമായ അവസ്ഥയിൽ ഞാൻ എത്തിക്കും. വെറും 2 ആഴ്ച. അതിനുള്ളിൽ നിന്റെ ചീട്ട് ഞാൻ കീറും. ശിവൻകുഞ്ഞെ, നിങ്ങൾ സംസാരിക്ക, ഞാൻ അപ്പുറത്തുണ്ട്. ആ, ഭാവി മരുമകനെ ഒന്ന് കാണാൻ വന്നതാ. ഈ രോഗവിവരങ്ങൾ തിരക്കി പോകുന്നത് ഒരു നാട്ടുമര്യാദയാണല്ലോ. നിങ്ങൾ കൊല്ലാൻ വിട്ടവര് പറഞ്ഞില്ലായിരുന്നോ കാട്ടിയ വിശേഷങ്ങളൊന്നും? അടിനാവ് നോക്ക് ഞാനൊരു ചവിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റ് ഇപ്പൊ അവന് കെട്ടിത്തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ നിനക്ക് മനസ്സിലായി അല്ലേ? യോഹന്നാനെ, നീ മതസൗഹാർദ്ദത്തിന്റെ കഥയും പറഞ്ഞ് അടുത്തുകൂടിയപ്പോഴേ എനിക്ക് അപകടം മണത്തതാ. പിന്നോർത്ത് നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന്. വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന പകയും വിദ്വേഷവും വൈരാഗ്യവും ഇതോടുകൂടി തീരുന്നെങ്കിൽ തീരട്ടെ എന്ന്. അപ്പൊ തനിക്ക് എന്റെ ആയുസത്തിൽ കാണണം. എന്റെ 16 അടിയന്തരത്തിന്റെ ചോറും തിന്നണം. എന്നിട്ട് വിട്ടേക്കുന്നു 2 എണ്ണത്തിനെ എന്റെ ആയുസ് എടുക്കാൻ. കയ്യിലൊതുങ്ങി കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ തീർത്തേനെ ഞാൻ അവിടെ ഇട്ട്